നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന വീഡിയോ സീരീസിലെ 53ാമത്തെ വീഡിയോ ആണിത്. അപ്പം തീർച്ചയായിട്ടും ഈ ആഴ്ചയും നമ്മൾ നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവൽസ്, റെസിസ്റ്റൻസ് ലെവല്, ഇനി മുമ്പോട്ട് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് വെച്ച് നമ്മൾ നടത്താൻ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ഈ ഒരു ടെക്നിക്കൽ അനാലിസിസും അതിൻ്റെ ഒപ്പം തന്നെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ന്യൂസും കൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രഡിക്ഷൻസ് നടത്താൻ പറ്റും. അതനുസരിച്ച് നല്ല സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രേഡ്സ് എടുക്കാനോ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഓപ്പൺ ആക്കിയിരിക്കുന്ന നിഫ്റ്റിയുടെ 1 മന്ത് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ്. ഇവിടെ ഓരോ മന്തിനെയും ഒരു മന്തിൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ അവർക്കുള്ള എല്ലാ വീഡിയോസും ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയലായിട്ട് പ്ലേലിസ്റ്റ് തന്നെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. അവിടെ പോയി കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പാർട്ട് ടൈമായിട്ട് ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫോം ചെയ്ത ക്യാൻഡിൽ എന്ന് പറയുന്നത് ഡിസംബറിലെ കാണുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ലൊരു ബുള്ളിഷ് മൊമെൻ്റ് ഉള്ള ക്യാൻഡിൽ തന്നെയാണ്. ബയേഴ്സ് ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ തന്നെയാണ്. അപ്പോൾ നമ്മളെ നല്ലൊരു പോസിറ്റീവ് മൂഡാണ് നമുക്ക് മന്ത്ലി വ്യൂ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ മന്ത്ലി വ്യൂവിൽ നമുക്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് നമ്മൾ തീർച്ചയായിട്ടും അറിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 18,600 ലെവലാണ്. അതായത് ഈ നമ്മുടെ നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ സപ്പോർട്ടായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ 16,000 റീജിയൻ, ഈ 16,000 റീജിയനാണ് നമുക്ക് നല്ലൊരു സപ്പോർട്ട് റീജിയനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം മാർക്കറ്റ് കറക്റ്റ് ഏകദേശം ഒരു മിഡിൽ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 17,354 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വീക്കിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിലേക്ക് പോകാം. വീക്കിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ലാസ്റ്റ് ഫോം ചെയ്തേക്കുന്ന ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. നല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള ലാർജ് ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്ന ഒരു മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം തന്നെയാണ് കാണിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ ഇത് നമ്മൾ സംസാരിച്ച 16,000 സപ്പോർട്ട് റീജിയൻ, അതുപോലെ തന്നെ ഇത് നമ്മൾ മന്ത്ലി ക്യാൻഡിൽ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ സംസാരിച്ച 18,600 നമ്മൾ ഹൈ റെസിസ്റ്റൻസ് റീജിയൻ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു നമുക്ക് വീക്കിലി ക്യാൻഡിൽ സ്റ്റിക്കിൽ അടുത്ത് തന്നെ ഒരു റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ 17,650 റീജിയനിൽ, ഈ ഒരു റീജിയനിൽ. കാരണം ഇത് കണ്ടോ, ഇവിടെ നിന്ന് മുകളിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം അവിടെ നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും അവിടെ നിന്നൊരു മൊമെൻറ്റം തന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് താഴെ വന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ വീണ്ടും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 17,650 റീജിയൻ, ഈ ഒരു റീജിയൻ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. 17,650 റീജിയൻ ഏകദേശം 300 പോയിൻ്റ് മുകളിലാണ് നല്ലൊരു വീക്കിലി റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിനി 1 ഡേ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിലേക്ക് പോകാം. 1 ഡേ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിൽ നമ്മുടെ ചാനൽ ഇവിടെ ബ്രേക്ക് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തപ്പം നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു റീജിയണിൽ നിന്ന് ഈ ഒരു റീജിയണിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നല്ലൊരു പോസിറ്റീവ് മൊമെൻറ്റം തന്നെയാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത്. ഇവിടെയും നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിച്ചത്. അപ്പം ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു റീജിയണിൽ നിന്ന് ഒരു ബ്രേക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുകളിലേക്ക് തന്നെയാണ് നമ്മളൊരു നല്ലൊരു മാർക്കറ്റിൽ മുകളിലേക്ക് നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്ക് ഇനി ഇവിടെ നിന്ന് മാർക്കറ്റിൽ മുകളിലേക്കൊരു മൂവ്മെൻറ്റ് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ഈ 17,650 ആക്ട് ചെയ്യും. അപ്പം ഒരുപക്ഷെ ഈ ഒരു റീജിയനിൽ പോയി ഒരു റെസിസ്റ്റൻസ് എടുത്ത് കുറച്ചൊരു കറക്ഷൻ ഉണ്ടായി വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാം. മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ഒരു ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് 18,250 റീജിയൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. 18,250 റീജിയൻ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം തീർച്ചയായിട്ടും ഓർത്തിരിക്കുക ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് 18,250 റീജിയൻ നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും.
പിന്നെ അതിന് മുകളിലേക്ക് 18,650 ഓൾ ടൈം 18,600 റീജിയൻ ഓൾ ടൈം ഹൈ ആയിട്ട് നമുക്ക് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ഇൻ കേസ് ഇവിടെ നിന്ന് ഒരു കറക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് നെഗറ്റീവ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴോട്ട് ക്യാൻഡിൽസ് ഫോം ചെയ്യുകയാണ്. മാർക്കറ്റിൽ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസസും ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും ഈ 16,450 റീജിയൻ 16,400-450 റീജിയൻ ഈ ഒരു സപ്പോർട്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും ഈ ഒരു സപ്പോർട്ട് റീജിയനിലേക്ക് വീണ്ടും എത്താം. അപ്പം അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ 16,000 റീജിയൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതിൽ നിന്ന് ഏകദേശം 1,300 പോയിൻറ്റ് താഴെയാണ്. അപ്പോൾ നല്ലൊരു എന്തെങ്കിലും വലിയ നെഗറ്റീവ് ന്യൂസസ് അല്ലെങ്കിൽ കൊറോണയെ സംബന്ധിച്ച് വലിയ ബാഡ് ന്യൂസസ് എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമേ താഴോട്ട് പോരുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ എല്ലാ ഇൻവെസ്റ്റേഴ്സും മാക്സിമം അങ്ങനെയുള്ള ബാഡ് ന്യൂസസ് ഉണ്ടാകാതിരിക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നമുക്ക് ദൈവത്തോടും പ്രാർത്ഥിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൂടുതലും നമുക്ക് ഫസ്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇവിടെ നിന്ന് അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മാർക്കറ്റിൽ നല്ല സ്വിങ് എൻട്രീസ് എടുക്കാം. തീർച്ചയായിട്ടും എൻട്രീസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കി എടുക്കുക. മാർക്കറ്റ് നല്ല അപ്സൈഡ് മൂവ്മെൻറ്റം കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വിങ് എൻട്രീസ് എടുക്കാം. അതുപോലെ തന്നെ കറക്ഷനിലേക്ക് വരികയാണെങ്കിൽ നല്ല സപ്പോർട്ട് റീജിയനിൽ നമുക്ക് ലോങ് ടൈമിലേക്ക് നല്ല സ്റ്റോക്കുകൾ ആഡ് ചെയ്യാം. നിഫ്റ്റി 50 അതുപോലെ തന്നെ ബാക്കിയുള്ള സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ നമ്മൾ എല്ലാ തരം വീഡിയോസും ഇതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ട് നമുക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ലോങ് ടൈമിലേക്ക്. അതുപോലെ തന്നെ സ്വിങ് എൻട്രീസ് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം സ്വിങ് ട്രേഡിങ്ങിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോസ് എല്ലാം ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ സപ്പോർട്ട് വരികയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് വീഡിയോസ് ചെയ്യാനും കൂടുതലായിട്ട് നല്ല രീതിയിൽ അനാലിസിസ് ചെയ്ത് നല്ല വീഡിയോസ് മാക്സിമം ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് മുമ്പോട്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു വർഷം സ്റ്റാർട്ടായി. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും പോയി കാണുക. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.